ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്തു പറയുന്നു? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വീക്കെൻഡാണ്, സാറ്റർഡേ. മൺഡേ ടു ഫ്രൈഡേ ഉള്ള വർക്ക്, പേഴ്സണൽ തിരക്കുകൾ ഒക്കെ കഴിഞ്ഞ് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന 2 ദിവസങ്ങളാണ് സത്യം പറഞ്ഞാൽ സാറ്റർഡേ ആൻഡ് സൺഡേ. പക്ഷേ ചിലപ്പോഴൊക്കെ കണ്ണടച്ച് തുറക്കും മുന്നേ വീക്കെൻഡ് കഴിഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട്. അല്ല, ഈ പറയുന്നതിലൊരു കാര്യമില്ല. ഈ വർഷം തുടങ്ങിയിട്ട് 6 മാസമായി എന്നുള്ള ഷോക്കിൽ നിന്ന് ഞാൻ പുറത്തു വന്നിട്ടില്ല. അപ്പോഴാണല്ലോ ഈ 2 ദിവസത്തിൻ്റെ കാര്യം. ഈ 8 മണിക്കൊക്കെ അലാം വെച്ചാലേ എണീക്കാൻ പറ്റുള്ളൂ എന്നാരെങ്കിലും വിചാരിച്ചാൽ സത്യം പറയാലോ, അതെ, എനിക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നത് വെളുപ്പാങ്കാലം തൊട്ടാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ വർക്കിംഗ് അവേഴ്സ്. ഒരു 10:30 ആകും വർക്ക് വൈൻഡപ്പ് ആകാൻ. പിന്നെ വന്ന് കിടന്നാലും നല്ലൊരു ഉറക്കം വരാൻ ഒരു 12 മണിയൊക്കെ കഴിയും. അങ്ങനെ സുഖമായി ഒന്ന് ഉറങ്ങി വരുമ്പോഴായിരിക്കും അലാം അടിക്കുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരെയും പോലെ നേരെ വാഷ്റൂമിൽ വന്ന് ഫ്രഷ് ആകുന്നത് അത് എൻ്റെയും രീതി. ഒരുവിധം എന്ന് പറയാൻ കാരണം അങ്ങനെ അല്ലാത്ത ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ അങ്ങനെ സുഖിച്ച് സോഫയിലൊക്കെ പോയി അവിടെ ഇരുന്ന് വീണ്ടും ഒരു 10 മിനിറ്റൊക്കെ ഉറങ്ങി ഒന്ന് റീചാർജായി വരുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏത് കൂട്ടരാണ്? ഇന്ന് രാവിലെ പുട്ടും ചെറുപയറുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ബ്രഷ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ചെറുപയർ കുക്കറിൽ വെച്ചാൽ അതങ്ങ് അവിടെ ഇരുന്ന് സെറ്റാകുമല്ലോ. അതുകൊണ്ട് കിച്ചണിൽ വന്ന് പയർ അടുപ്പത്ത് വെച്ച്, പയർ രാത്രി കഴുകി കുക്കറിൽ തന്നെയാണ് സോക്ക് ചെയ്യാൻ വെക്കാറ്. അപ്പം നേരെ അതങ്ങ് അടുപ്പ് കത്തിച്ച് വെച്ചാൽ പോരെ. എന്തൊക്കെ എളുപ്പപ്പണികൾ നോക്കിയാലാണ് ഒരു ദിവസം അങ്ങ് കടന്നു പോകുന്നതല്ലേ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫ്രഷ് ആകാൻ വന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞു തന്നാണ് ബ്രഷ് ചെയ്യുമ്പോൾ 2 കൈയും മാറി മാറി യൂസ് ചെയ്യണം. അത് നല്ല ബുദ്ധി ഉണ്ടാകാൻ സഹായിക്കുമെന്ന്. ബുദ്ധി ഉണ്ടാകുമെന്ന് കേട്ടതിൻ്റെ പിറ്റേന്ന് തുടങ്ങി എൻ്റെ ശീലമാണ് ഈ 2 കൈയും കൊണ്ട് ബ്രഷ് ചെയ്ത് കേട്ടോ. സത്യത്തിൽ ബുദ്ധി കൂടുമോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഹെൽപ്സ് എ ബിറ്റ്. നമ്മുടെ നോൺ ഡോമിനൻ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യുമ്പം, അതും രാവിലെ എണീറ്റ ഉടനെയൊക്കെ ആ ഒരു ആലസ്യത്തിൽ, അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ വായിച്ച് വന്ന് നിങ്ങൾ വായിച്ചിട്ടത് ഞെട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായും കം ബാക്ക് ആൻഡ് കമൻ ഹിയർ. ഞാനിപ്പോൾ നിങ്ങളൊരു ഫേസ് വാഷ് കാണിച്ചത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. എനിക്കത് നല്ല ഇഷ്ടമാണ്. അത് മുഖം ഡ്രൈ ആക്കാറുമില്ല. ഈ സെറ്റഫിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു ക്രീമി ആയിട്ട് മുഖം ഇരിക്കുന്ന ആ ഒരു ഫീൽ അതും ഇത് തരാറില്ല. അങ്ങനെ ഫ്രഷായി വന്നു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എവറിഡേ ശീലമാണിത്, എസ്പെഷ്യലി ഓൺ വീക്കെൻഡ്സ്. ഒന്ന് കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിന്ന് നമ്മളെ തന്നെ 10 സെക്കൻഡ് നോക്കി നിൽക്കുക. പിന്നെ യൂഷ്വൽ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യും. തലമുടിയൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും. ഈ തലമുടി കണ്ട് ഞെട്ടണ്ട, ഇവിടുത്തെ വെള്ളത്തിൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാതെ കുളിച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ വല്ലാതെ ചകിരി പോലെ ഇരിക്കും. റെഡിയാകലൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് നേരെ വന്ന് ഇനി പുട്ടുണ്ടാക്കിയാലല്ലേ വല്ലതും നേരത്തിന് കഴിക്കാൻ പറ്റുള്ളൂ. എണീറ്റ് കഴിഞ്ഞൊരു 30 മിനിറ്റിൽ എനിക്ക് നല്ല വിശപ്പ് കൊടുക്കും. അതിപ്പോൾ ഏത് കൊച്ചു വെളുപ്പംകാലത്തായാലും ശരി. രാത്രി പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ക്ലീനാക്കി വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും കിടക്കാറ്. വല്ലപ്പോഴും ഓവർ വർക്ക് ലോഡ് അല്ലെങ്കിൽ വല്ലാതെ ടയേർഡായിപ്പോയി ഇനി ഒരു അടി മുന്നോട്ട് പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളുണ്ടാവില്ലേ, അപ്പോൾ മാത്രമേ ഇങ്ങനെ കിച്ചൺ മെസ്സാക്കി ഇടാറുള്ളൂ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കബേർഡിലേക്ക് എടുത്തു വെച്ച്. പിന്നെ രാവിലെ കുടിക്കാറുള്ള ജീരക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി അത് നേരെ അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു പുട്ടിന് കുഴച്ച് വെച്ചേക്കാം. അപ്പോൾ ഞാനൊരു കപ്പ് പുട്ട് പൊടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വെള്ളം ചേർത്തിട്ടാണ്, ഇത് റാഗിയുടെ പുട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ അളവ്. അങ്ങനെ ചേർത്ത് ഞാനത് കുഴച്ചെടുത്ത് വെച്ചു. പുട്ടുപൊടി അവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചായയൊക്കെ കുടിച്ചിരിക്കാമല്ലോ. ഞാനിവിടെ ചായയല്ല കുടിക്കുന്നത്. ഞാൻ അന്നേരം ജീരക വെള്ളമൊക്കെ റെഡിയായിരുന്നു. അതൊക്കെ എടുത്ത് പതുക്കെ സോഫയിലൊക്കെ പോയി ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ ശീലമല്ലേ വായന, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും കൃത്യമായി ചെയ്യാൻ കഴിയാറില്ല, എങ്കിലും ഏറ്റവും കുറഞ്ഞതൊരു
രണ്ടോ മൂന്നോ ദിവസം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതാറ്. ഒട്ടും വായിക്കാത്തതിനൊക്കെ നല്ലതല്ലേ എന്ന് കരുതും. മാക്സിമം ഒരു 15 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. എല്ലാ ദിവസവും അല്ലെങ്കിലും ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും. ബട്ട് ഐ ഫീൽ ദാറ്റ്സ് ഓക്കെ. ഇപ്പോൾ വായിക്കുന്നത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കാണ്. അത് കയ്യിലെടുത്തിട്ടൊരു 3-4 മാസമായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ 2-3 ബുക്സൊക്കെ വായിച്ചു തീർത്തായിരുന്നു കേട്ടോ. അശ്വതി ശ്രീകാന്തിൻ്റെയും ലെനയുടെയൊക്കെ ബുക്ക്. അങ്ങനെ ബുക്കും കൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. വീണ്ടും അടുക്കളയിലെത്തി. ഫ്രീസറിൽ മിക്കവാറും തേങ്ങ ചിരകി സ്റ്റോർ ചെയ്ത് വെക്കും. നേരത്തെ അവിടെ പോയി ഇരിക്കുമ്പോൾ ഇതൊന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. പക്ഷെ ഞാൻ മറന്നുപോയി. ഈ മറവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് ചെറുപയർ വെക്കുമ്പോൾ അതിൽ പൊതുവെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വെക്കാറ്. അത് മറന്നുപോയി. അന്നേരം ഇന്നിനിപ്പോൾ തേങ്ങയുടെ കൂടെ മുളക് പൊടി ഇട്ട് അരയ്ക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ആ ടേസ്റ്റ് എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോൾ വേറെ തൽക്കാലം ചോയ്സും ഇല്ല. അതുകൊണ്ട് എങ്ങനെയും ഉണ്ടാക്കും, എങ്ങനെയും കഴിക്കും. സ്വന്തം ചെയ്യുന്നതുകൊണ്ട് ആരെയും ബ്ലെയിം ചെയ്യാനും പറ്റില്ലല്ലോ. തേങ്ങയുടെ 5 മിനിറ്റ് തണുപ്പ് മാറ്റാൻ വെച്ച സമയം കൊണ്ട് ഞാൻ പുട്ട് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി പുട്ടോടെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. റാഗിപ്പൊടി ഈ സമയം കൊണ്ട് നന്നായിട്ട് മോയ്സ്ചറൊക്കെ അബ്സോർബായി നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുട്ടുകുറ്റിയിൽ പുട്ട് നിറയ്ക്കുമ്പോഴേ നിങ്ങൾ ഈ ഞാൻ ഉപയോഗിക്കുന്ന പോലെ സ്പൂൺ യൂസ് ചെയ്യാറുണ്ടോ? എൻ്റെ അമ്മ ഇങ്ങനെയാണ് പണ്ട് തൊട്ടേ ചെയ്യാറുള്ളത്. അത് കണ്ട് ഞാനും ബ്രദേഴ്സും ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യും. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കയ്യിൽ എന്തെങ്കിലും പറ്റിയാൽ ഓടിപ്പോയി കൈ കഴുകി തുടയ്ക്കുന്നത് വരെ സമാധാനം ഇല്ലാത്തൊരു സ്വഭാവം. അതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ റീസൺ. ഞാൻ ഒരു 1/2 കപ്പ് റാഗി പൗഡർ ആണ് എടുത്തത്. അത്യാവശ്യം സൈസുള്ള ഒരു 2 കഷ്ണം പുട്ട് അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്കിവിടെ ഓരോ കഷ്ണം പുട്ട് മതി. പ്രത്യേകിച്ച് ഈ റാഗിയുടെ പുട്ട് കഴിക്കുമ്പോൾ നമുക്ക് വേഗം വയറ് നിറയാറില്ലേ. പുട്ടൊക്കെ നിറച്ച് ആവിയിൽ വെച്ചിട്ട് അത്രയും നേരം യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബുക്ക് വായിച്ചിരിക്കുന്ന സമയം കൊണ്ട് വിഷ്ണു അലക്കാനുള്ളതൊക്കെ ഇട്ട് പിന്നെ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ കബോർഡിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വന്ന് ചെറുപയർ കറിയുടെ പരിപാടികൾ നോക്കി. നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് ഇടാൻ മറന്നുകൊണ്ട് മുളക് പൊടി ഇട്ട് പിന്നെ ജീരകവും മഞ്ഞളും. ഇത് നന്നായി നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. എന്നിട്ടത് പയറ് വെന്തതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല, പിന്നെ ഞാൻ ചെയ്ത കാര്യം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാത്രമുണ്ട്, പാർട്ടീഷൻ ബോക്സ്. അതിലാണ് കറി ലീവ്സും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ എടുക്കാൻ വേണ്ടി ക്ലീൻ ചെയ്ത് വെക്കാറ്. ഇത് ഫില്ല് ചെയ്ത് വെക്കാൻ മുഹൂർത്തമൊന്നും നോക്കലില്ല. എപ്പോഴാണോ തീരുന്നത് കാണുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ എടുത്തു വെക്കും. ചിലപ്പോൾ ഇത് കാലമായിട്ടിരിക്കാറുമുണ്ട്. പിന്നെ വേഗം നമ്മൾ പയറ് തിളച്ച് വന്നപ്പോൾ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്ത് ചേർത്ത് ഒഴിച്ചു. കുറച്ച് നേരം അടച്ച് വെക്കുന്നത് നല്ലത്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു 9:15 എന്തോ കഴിഞ്ഞായിരുന്നു. അത്രയും കത്തിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഒരു ഓംലെറ്റ് ആക്കുന്ന ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അത്രയും നേരം അത് അടച്ച് വെച്ചിട്ട്. പിന്നെ പുട്ട് ചെറുപയറും കഴിക്കുമ്പോൾ ഈ ഓംലെറ്റ് കഴിക്കുന്ന ശീലം അത് വിഷ്ണുവിൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് കേട്ടോ. വീക്കെൻഡ് മാത്രമേ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാട്ടുകാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വിശേഷങ്ങളും പറഞ്ഞ് പതുക്കെ സമയം എടുത്തിരുന്ന് കഴിക്കും. ഇടയ്ക്കെങ്കിലും ലൈഫിൽ കുറച്ച് സ്ലോ ആയി പോകണ്ടല്ലേ. എല്ലാ ദിവസവും ഓട്ടം തന്നെയല്ലേ. പക്ഷെ ഇന്നെനിക്ക് 11 to 1 ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. യൂഷ്വലി വീക്ക് ഡേയ്സ് ആണ് ക്ലാസ്. പക്ഷേ ബക്രീദിൻ്റെ ഒരു ഹോളിഡേ വന്നതുകൊണ്ട് മന്ത്ലി ക്ലാസ് 20 ദിവസം തികയ്ക്കാൻ വേണ്ടി ഇന്ന് ക്ലാസ് വെച്ചു. അപ്പോൾ വേഗം ചോറും ഒരു മത്തനരിശ്ശേരിയും പനീർ ഫ്രൈയും ബ്രോക്കലി ക്യാരറ്റ് തോരനും ഒക്കെ വെക്കാൻ പോയി. സെപ്റ്റോ ഇൻസ്റ്റമാർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വന്ന് ബ്രോക്കലി ഞാൻ ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഈ ഇലക്ട്രിക് ചോപ്പർ എടുത്ത് അതിനകത്ത് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പണി തീരും. ക്യാരറ്റും സവോളയും എല്ലാം ഞാൻ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തു. ഈ ഇലക്ട്രിക് ചോപ്പറൊക്കെ എന്തൊരു ലൈഫ് സേവർ ആണെന്നറിയാമോ. എന്തായാലും 11 മണി ആയപ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു.
പിന്നെ ക്ലാസ്സിലിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവർക്കും വല്ലാത്തൊരു മടി. പിന്നെ കുറച്ചധികം ആൾക്കാർ ആബ്സെൻറ്റും ആയിരുന്നത് കൊണ്ട് മാം വേഗം ഇന്നത്തെ ക്ലാസ് നിർത്തി. ഒരു 12:30 12:45 ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ വിഷ്ണു ഒട്ടുമിക്ക എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചായിരുന്നു. ചോറും വാർത്ത് വെച്ചു. പിന്നെ ഞാൻ കൈയോടെ ചോറ് വെച്ച പാത്രം എല്ലാം കഴുകി പോയി കുളിച്ച് വന്ന് ഭക്ഷണം കഴിക്കാനായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂടെ വേഗം ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാനൊക്കെ ഉണ്ടായിരുന്നു. വിഷ്ണുവിന് ഗ്യാസ് ഏജൻസി പോകണം, എനിക്ക് എൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി ഒന്ന് പോകണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണമെല്ലാം കഴിച്ച് ഒരുമിച്ച് ഇറങ്ങി. നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു പരിപാടിയേ അവർക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എംപ്റ്റി സിലിണ്ടറും എടുത്ത് നേരെ പോകാം, അവിടെ ചെന്നിട്ട് നോക്കാം, കിട്ടുവാണെങ്കിൽ നിറച്ച കുറ്റി ഉണ്ടാവില്ലേ ഫുൾ സിലിണ്ടർ, അത് എടുത്ത് തിരിച്ചു വരാം എന്നൊക്കെയുള്ള പ്ലാനിലാണ് വിഷ്ണു പോയത്. എന്തായാലും അവിടെ ചെന്ന് കുറച്ച് അധികം അടി കൂടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു അത്രേ. പിന്നെ നമ്മൾ വേറൊരു നാട്ടിലാണ്, ഇവിടുത്തെ ഭാഷ അതൊക്കെ വലിയ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെ ഐ ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാമല്ലോ, നല്ല പോസ്റ്റ് കിട്ടി. ഡോക്ടർ അതിനിടെ ലഞ്ച് ബ്രേക്കിനും പോയി. പക്ഷേ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ ആസ്വദിച്ചിരുന്നു. ഞാനിരുന്ന അവിടുത്തെ ഹോളിലുള്ള വോൾസിലൊക്കെ നല്ല ക്യൂട്ട് ബെയറിൻ്റെ ഒക്കെ പെയിൻറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വരയ്ക്കുന്നതൊക്കെ നോക്കിയിരിക്കാൻ എന്തായാലും നല്ല രസമല്ലേ. അങ്ങനെ എനിക്ക് സമയമൊക്കെ പോയി കിട്ടി. ഡോക്ടറിനെ കണ്ടിറങ്ങി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ച് നാളായി കണ്ണ് വല്ലാതെ ചൊറിയുന്നു, സദാസമയം എന്നോണം ചൊറിയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ക്ലാസിക് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ആണെന്ന്. ഒരു 20 മിനിറ്റ് നമ്മൾ ലാപ്ടോപ്പ് നോക്കിയിരുന്നാൽ പിന്നെ ഒരു 5 മിനിറ്റ് നല്ല ദൂരത്തേക്ക് നോക്കി കണ്ണിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം, ഐ എക്സസൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. പിന്നെ ഒരു ഐ ഡ്രോപ്പും തന്നു വിട്ടു. തിരിച്ച് ഞാൻ ഊബർ എടുത്താണ് വന്നത്. ഈ കാണുന്നത് നമ്മൾ സ്ഥിരം നടക്കാൻ പോകാറുള്ള ഒരു പാർക്കാണ് കേട്ടോ. ഈ പാർക്ക് ഒരു ചെറിയ തടാകം എന്നൊക്കെ പറയാം, ഒരു ചെറിയ ലേക്കിന് ചുറ്റുമാണ് ഈ പാർക്ക്. ഒരു റൗണ്ട് നടന്നാൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാകും. ഇപ്പോൾ അതിന് ചുറ്റുവട്ടത്തായി ചെറിയ കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോൾ വീണ്ടും കലശലായ വിശപ്പായിരുന്നു. വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് കടലമിഠായി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും സോഫയിലിരിപ്പായി. പിന്നെ ഇന്നെന്തായാലും മടുത്തു. അപ്പോൾ ഡിന്നറൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ആദ്യം വെച്ച സിനിമ കുറച്ച് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മതിയായി. പിന്നെ അത് മാറ്റി പിടിച്ച് ഈ ഓടും കുതിര ചാടും കുതിരയും കണ്ടു.